Hi friends, I'm Susan. Welcome to my channel. ഇന്ന് നമുക്ക് പയർ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലോങ് ബീൻസ് സ്റ്റിർ ഫ്രൈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായുള്ളൊരു സൈഡ് ഡിഷാണ്. ഇതിനായി നല്ല ഫ്രഷ് പയർ നോക്കിയെടുക്കണം. ഇവിടെ ഏകദേശം 400 ഗ്രാം പയർ ഞാൻ എടുത്തിട്ടുണ്ട്. പയറിൽ ധാരാളം വിറ്റമിൻസും പ്രോട്ടീൻസും ഫൈബറും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ വളരെ ഹെൽത്തി ആയുള്ളൊരു വെജിറ്റബിളാണ്. പയറിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ കുറച്ച് പയർ ഒരുമിച്ച് വെച്ച് അറ്റം രണ്ടും കട്ട് ചെയ്ത് മാറ്റുക. ഞാനിവിടെ എല്ലാ പയറിൻ്റെയും രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. അതിനായി കുറച്ച് പയർ ഒരുമിച്ച് ഇതുപോലെ പിടിച്ച് ഒരു 1 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാ പയറും ഇതേപോലെ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. പയറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ കൂടെ ചേർക്കാനായി ഒരു 4-5 പച്ചമുളകും ഒരു മീഡിയം സൈസ് സവാളയും കട്ട് ചെയ്തെടുക്കണം. സവാള ഇതുപോലെ മീഡിയം സൈസായി കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് ഇളക്കാം. സവാള സോഫ്റ്റ് ആകുന്നിടം വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. എല്ലാം ഒന്ന് നന്നായി ചേർന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് പയറിടണം. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പയർ വേകാൻ ആവശ്യമായ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. ഞാനൊന്ന് തുറന്നു നോക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. എല്ലാം കൂടെ വീണ്ടും യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. തുറന്നു നോക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഒരു പീസ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് പയർ വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. പയർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരല്പം കൂടെ വേകാനുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി തുറന്ന് വെച്ച് വഴറ്റാം. ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നു. എല്ലാം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് കൂടെ വഴറ്റുക. ഒരേ വശം മാത്രമായി മൊരിയാതെ ഇടയ്ക്കിടയ്ക്കായി ഓരോ മിനിറ്റ് തോറും ഇളക്കി കൊടുക്കാൻ ഓർക്കണം. പയറിൻ്റെ കളറൊക്കെ മാറി പാകത്തിന് വെന്തു വന്നിട്ടുണ്ട്. പയർ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ സ്വാദിഷ്ടവുമായ പയർ മെഴുക്കുപുരട്ടി ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൈഡ് ഡിഷാണ്. പയർ മെഴുക്കുപുരട്ടി ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്